രാഘവേട്ടനെന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഞാൻ ബാബു രാഘവേട്ടാ, മേലെടുത്ത നാരായണന്റെ മോൻ. ഓ, മനസ്സിലായി മനസ്സിലായി. നീ എപ്പോഴാ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി? ഒരാഴ്ചയായി. ഞാനൊന്ന് ചിറ്റയെ കാണാൻ ഇറങ്ങിയതാ. രാഘവേട്ടനെ കണ്ടപ്പോ ഒന്ന് കേറിയേ ഉള്ളൂ. എടുത്തോളൂ, കേറി സ്ഥിതിക്ക് ഞാനൊരു സോഡ എടുക്കാം. ഇവിടെ നിൽക്കുമ്പോ ആ പഴയ പാക്കറ്റ് അച്ചാറും നാരങ്ങ മിഠായി ഉപ്പിലിട്ട നെല്ലിക്കയുടെ ഒക്കെ ആ രുചി നാവിലിങ്ങനെ ഊറി വരിക. എന്റെ ബാബുവേ, ആ കാലവും മാറി, കുട്ടികളും മാറി, മിഠായിയും മാറി. രാഘവേട്ടൻ ആ പറഞ്ഞ നേരാ. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെന്ത് കഴിക്കണം കുടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പരസ്യങ്ങളല്ലേ? ശരി തന്നെയാന്ന്. രാഘവേട്ടാ, അത് നമ്മുടെ ഗോവിന്ദ മാഷല്ലേ? ആ അതെ, മാഷ് എന്റെ സ്ഥിരം കസ്റ്റമറാ. രാഘവ മാഷേ, ഇതെടുത്തോ. ബാബുവിന് തിരക്കൊന്നുമില്ലല്ലോ? ഏയ്, മാഷേ, മാഷ് എന്നെ യു പി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെയോ? ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചതല്ലേ. ഓരോരുത്തരുടെയും മുഖം ഓർത്തെടുക്കാൻ വലിയ പാടാ. നാട്ടിലെ കുട്ടികളൊക്കെ അവിടെ എവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. മോനെവിടെ ഇപ്പോ? ഞാൻ ഷാർജയിലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ മാഷേ. മാഷേ, നല്ല എണ്ണ ചെറിയോപ്പേ ഉള്ളൂ. ചെറുതാണെങ്കിൽ 2 എടുത്തോ. ഓ, ആയിക്കോട്ടെ. മാഷക്ക് ശരിക്കും എന്നെ ഓർമ്മയുണ്ടോ? എന്തായാലും അത്ര പെട്ടെന്ന് തന്നെ മറക്കാൻ മാഷിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ മാഷ് എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമുഖത്ത് തന്നെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കാനായിട്ടൊന്നും ഞാൻ ആർക്കൊന്നും ചെയ്തിട്ടുമില്ല. ഉണ്ട് മാഷേ, എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് മാഷ് മറന്നാലും ഞാൻ മറക്കില്ല. ഗോവിന്ദമാഷി, ഗോവിന്ദമാഷി. നമസ്തേ സാർ. സിറ്റ് ഡൗൺ. ആരാ മനുവിന്റെ വാച്ച് എടുത്തത്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല മാഷേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാരും വരി വരിയായിട്ട് അങ്ങോട്ട് മാറിക്ക്. നടക്ക്. മനുവിന്റെ വാച്ച് ആരാണ് എടുത്തതെന്ന് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പോക്കറ്റ് പരിശോധിക്കാൻ പോവാ. എല്ലാവരും കണ്ണടച്ചേ. മനോ, നീയും കണ്ണടച്ചേ. മുറുക്കടക്ക്. ഞാൻ പറയുന്നത് വരെ ഒറ്റൊരുത്തൻ കണ്ണു തുറക്കാൻ പാടില്ല. മനസ്സിലായോ? അടച്ചോ, മുറുക്കടച്ചോ.
ഇനി എല്ലാവരും കണ്ണു തുറന്നേ. മനു ഒഴികെ ബാക്കി എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ പോയിരിക്കെ. മനു, മനു, ഇങ്ങടുത്ത് വാ. ഇതല്ലേ മനുവിന്റെ വാച്ച്? പോയിരിക്കെ. ഇനി എല്ലാവരും നല്ല കുട്ടികളായി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ആരും തന്നെ ഇത്തരം വില കൂടിയ വസ്തുക്കൾ ഒരിക്കലും സ്കൂളിൽ കൊണ്ടുവരരുത്. അത് നിങ്ങളോടൊപ്പം പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. കാരണം തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത കൊച്ചു മനസ്സാണ് ഇപ്പോൾ നിങ്ങളുടേത്. നിങ്ങൾ ഒരിക്കലും ആരുടേതും ഒന്നും മോഷ്ടിക്കരുത്. മനസ്സിലായോ? വെരി ഗുഡ്. എടാ കൊച്ചു കള്ള, അത് നീയായിരുന്നു അല്ലേ? എടോ, തനിക്കറിയോ, അന്നാ സമയത്ത് തന്നെയെന്നല്ല ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അങ്ങനൊരു കള്ളന്റെ മുഖം ഒരിക്കലും മനസ്സിൽ ഇടം പിടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ അന്ന് നിങ്ങളോടൊപ്പം ഞാനും കണ്ണടച്ചത്. സോറി മാഷെ. അതൊക്കെ പഴങ്കഥയായില്ലേ മോനെ. പുതിയ ജീവിത വഴി പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ മറക്കണം. മറന്നേ പറ്റൂ. മാഷേ, ആ രാഘവ, എല്ലാം കുറിച്ച് വെച്ചില്ലേ? ബാബു, ഞാൻ വരട്ടെ. ശരി മാഷെ. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാടോ. സത്യത്തിൽ ഈ നിമിഷം വരെ ആ മോഷ്ടാവ് ആരായിരുന്നുവെന്ന് ഈ ലോകത്ത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു. എൻ്റെ പൊന്നു മാഷെ, ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്?